വിദ്യാർത്ഥികളെ, ഇന്നത്തെ പ്രവൃത്തി പഠനത്തിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രവൃത്തി പഠനത്തിൻ്റെ 6 മേഖലകളിൽ ഒന്നായ സേവനം ഉപയോഗയോഗ്യമായ വസ്തുക്കളുടെ നിർമ്മാണം എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി ഒരു സ്റ്റാർ നിർമ്മാണമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഈ ക്രിസ്തുമസ് അടുത്ത് വരികയാണ്. നമ്മുടെ വീടുകളിലെല്ലാം ക്രിസ്തുമസ് സ്റ്റാർസ് തൂക്കാറുണ്ട്. പല തരത്തിലുള്ള സ്റ്റാറുകൾ ഇന്ന് ലഭ്യമാണ്. ഒരു 6 കൊല്ലം മുൻപ് നമ്മൾ പേപ്പർ കൊണ്ടുള്ള സ്റ്റാറുകൾ എല്ലാ വീടുകളിലും കാണാറുണ്ട്. ഇപ്പോൾ അത് അധികമായി കാണാറില്ല. നമ്മളിവിടെ നിർമ്മിക്കുന്നത് ആ പഴയ മോഡലിലുള്ള സ്റ്റാറാണ്. അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നോക്കാം. സ്റ്റാർ നിർമ്മിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: കളർ A4 ഷീറ്റ് 5 എണ്ണം, കത്രിക, സ്കെയില്, പെൻസില്, പശ, പഞ്ച്, പിന്നെ ടോയ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ഇനി നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പേപ്പർ ആദ്യം 1 സെൻറ്റിമീറ്റർ ഈ സൈഡിൽ മടക്കുന്നു. അതിനുശേഷം അതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കുന്നു. മടക്കിയതിന് ശേഷം അതിനെ പകുതിയായി മടക്കും. പകുതിയാക്കി മടക്കിയിട്ട് ഇതിനെ ഇപ്പം മടക്കുമ്പോൾ നമ്മൾ 1/4 ഭാഗത്തേക്ക് ഇങ്ങനെയാണ് നമ്മൾ ഇത്രയാണ് മടക്കണത്. ഇനി ഇങ്ങനെ മടക്കി നമുക്ക് ഇതിൻ്റെ ഒപ്പത്തിന് മടക്കുമ്പോൾ സ്റ്റാറിൻ്റെ കാലുകളുടെ എണ്ണം കൂടും. നമ്മൾ 5 സ്റ്റാർ കാലുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ 1/4 ഭാഗത്തിൽ എടുക്കുന്നത്. ഇത് ഫുള്ളായിട്ട് മടക്കുമ്പോൾ 7 എണ്ണമാണ് നമുക്ക് ആവശ്യം. ഇനി കുറച്ചുകൂടി നമ്മൾ അകത്തി വെച്ചാൽ 9 എണ്ണം, പിന്നെ 11 എണ്ണം, അങ്ങനെ നമുക്ക് എത്ര കാലുകൾ വേണമെങ്കിലും കൂട്ടി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 5 കാലുകളുള്ള സ്റ്റാറാണ് ചെയ്യാൻ പോകുന്നത്. ഇത് 1/4 ഭാഗമായി നമ്മളിങ്ങനെ മടക്കി വയ്ക്കുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് 1 സെൻറ്റിമീറ്റർ അകത്തി വരയ്ക്കുന്നു. 1 സെൻറ്റിമീറ്റർ നമുക്ക് ഒട്ടിക്കാനുള്ളതാണ്. ഒരു 1.5 സെൻറ്റിമീറ്റർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരെ വരയ്ക്കുന്നു. അതിനുശേഷം ഇതിനെ നിവർത്തി വയ്ക്കുക. ഈ മടക്കിയ അതേ ലൈനിൽ വരച്ചു കൊടുക്കുക. ഇനി ഇതിനെ നേരെ വെച്ച് ഇങ്ങനെ വരയ്ക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വരച്ച വരയിൽ കൂടെ വെട്ടിയെടുക്കുന്നു. അത് വെട്ടിയെടുത്തതിന് ശേഷം നമ്മളിത് ഇങ്ങനെ വെച്ച് ഇതിനെ ഇങ്ങോട്ടും മടക്കി വെച്ചു. അതിന് ശേഷം ഈ ഗ്യാപ്പ് നമ്മൾ കട്ട് ചെയ്യണം. ഇനി നമ്മൾ ഓരോന്നെടുത്ത് പശ തേച്ച് പൊട്ടിക്കുക.
നമ്മളിതുപോലെ സൈഡ് ഇങ്ങോട്ട് മടക്കി വയ്ക്കുക. അതുപോലെ 5 എണ്ണത്തിനും ചെയ്യാം. ഇതെല്ലാം ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ 5 എണ്ണം നമ്മൾ പഞ്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ 5 എണ്ണം പഞ്ച് ചെയ്തതിന് ശേഷം തമ്മിൽ യോജിപ്പിക്കാൻ പോവാണ്. ഇത് യോജിപ്പിക്കാനായിട്ട് ഇത് ഒപ്പം വയ്ക്കുക. ഈ സൈഡ് ഈ മൂല ഒപ്പമായിരിക്കണം വെക്കേണ്ടത്. എന്നിട്ട് പശ തേച്ചതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വയ്ക്കുക. എപ്പോൾ വയ്ക്കുമ്പോഴും ഈ ഭാഗം ശ്രദ്ധിച്ചിട്ട് വേണം വയ്ക്കാനായിട്ട്. നമ്മളങ്ങനെ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മുകളിലേക്ക് നിൽക്കുന്ന ഈ ഭാഗം നമ്മൾ ഇതിനെ ഉള്ളിലേക്ക് മടക്കി പശ തേച്ച് ഒട്ടിക്കും. ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ച് പശ തേച്ച് ഒട്ടിക്കാം. ഇവിടെ ചെയിൻ ഇടാനായിട്ട് നമ്മൾ പഞ്ച് ചെയ്യുക. അതുപോലെ ഈ സൈഡിലും ചെയിൻ ഇടാനായിട്ട് പഞ്ച് ചെയ്യുക. ശേഷം ഈ ചെയിൻ ഇതിൽ വെച്ചതിന് ശേഷം ഇതിനെ നമ്മൾ നമ്മളിങ്ങനെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റാർ നിർമ്മാണം നമ്മുടെ പൂർത്തിയായി. ഈ സ്റ്റാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇത് നിങ്ങൾ എല്ലാവരും നിർമ്മിക്കുക. നിർമ്മിച്ചതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് വാട്സപ്പ് ചെയ്തു തരിക. കൂടാതെ 100 പേജിൻ്റെ പുസ്തകത്തിൽ നമ്മൾ എങ്ങനെ ചെയ്തു, ഈ സ്റ്റാർ എങ്ങനെയാണ് നമ്മൾ നിർമ്മിച്ചതെന്നുള്ളത് ഒരു വർക്ക് ഡയറി എഴുതി വയ്ക്കുക. താങ്ക് യു.